ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ സ്വന്തം മൊബൈലിൽ നമുക്കതിൻ്റെ ലേണേഴ്സ് ലൈസൻസ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിയുന്നതാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിനകത്തുള്ള ഗൂഗിൾ ക്രോമിനകത്ത് പോവുക. ഗൂഗിൾ ക്രോമിനകത്ത് പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സാരഥി പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക. SARATHI അറിയാമല്ലോ, PRAY സാരഥി പരിവാഹൻ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പരിവാഹൻ സേവയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ലൈസൻസ് റിലേറ്റഡ് സർവീസിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രൈവേഴ്സ് ഓർ ലേണേഴ്സ് ലൈസൻസ്. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, കേരള. അത് കഴിഞ്ഞിട്ട് ഇതിനെ സ്കിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ലൈസൻസ് മെനുവിൽ പോവുക. ലൈസൻസ് മെനു പോയിട്ട് ലേണേഴ്സ് മോക്ക് ടെസ്റ്റ് ചെയ്തതുപോലെ ലേണേഴ്സ് ലൈസൻസിൽ പോയിട്ട് ഉണ്ട് പ്രിൻ്റ് ലേണേഴ്സ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഏറ്റവും താഴെ സാമ്പിൾ ക്വസ്റ്റ്യൻ, അതിൻ്റെ മുകളിൽ മോക്ക് ടെസ്റ്റ്, അതിൻ്റെ മുകളിൽ ഓൺലൈൻ LL ടെസ്റ്റ്, അത് കഴിഞ്ഞ് ട്യൂട്ടോറിയൽ ഫോർ LL, അത് കഴിഞ്ഞ് ലേണർ ലൈസൻസ് എക്സ്ട്രാക്ട് പ്രിൻ്റ്, അത് കഴിഞ്ഞ് പ്രിൻ്റ് ലേണേഴ്സ് ലൈസൻസ് ഫോം 3യിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു സംഭവം വരും. അവിടെ പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ അറിയില്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്താലും മതി. മൊബൈൽ നമ്പറിൽ കുത്തണം. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ നമ്പറാണ്. മൊബൈൽ നമ്പറാണെങ്കിൽ ഇങ്ങനെ മൊബൈലിനകത്താവും മൊബൈൽ നമ്പറാവും. അതല്ല ആപ്ലിക്കേഷൻ നമ്പറാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ആപ്ലിക്കേഷൻ നമ്പറാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് 15734 ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് 01/05 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഇയർ അടിച്ചു. അപ്പോൾ ഇയർ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ക്യാപ്ച കോഡ് അടിക്കണം. ഈ ക്യാപ്ച കോഡും അടിക്കണം. ക്യാപ്ച കോഡ് അടിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിനകത്ത് OTP വരും. ആ OTP എൻ്റർ ചെയ്യുമ്പോൾ PDF ഫയലായിട്ട് ലേണേഴ്സിനെ കാണാൻ പറ്റും. ആ ലേണേഴ്സ് ഒരെണ്ണം ഡ്രൈവിംഗ് സ്കൂളിലോട്ടും ഷെയർ ചെയ്യുക, ഒന്ന് നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യം, ഈ ഒരു കാര്യം ലേണേഴ്സ് പാസ്സായാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ലേണേഴ്സ് പാസ്സായി കഴിയുമ്പോൾ താഴത്തെ അക്ഷയ സെൻറ്ററിൽ പോയാണ് ലേണേഴ്സിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസ് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ അത് എടുക്കാൻ കഴിഞ്ഞില്ല, അതിനകത്ത് എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ RTO ഓഫീസിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. കാരണം ചിലപ്പോൾ അതിൻ്റെ അപ്രൂവൽ ആയില്ല എന്നുണ്ടെങ്കിൽ ലേണേഴ്സ് പ്രിൻ്റ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ RTO ഓഫീസിൽ തിരിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ലേണേഴ്സിൻ്റെ പ്രിൻ്റ് എടുത്ത് മൊബൈലിൽ സേവ് ചെയ്തിട്ട് വേണം അവിടെ നിന്ന് വരേണ്ടത്. ഓക്കെ, താങ്ക്